ഹായ് ഫ്രണ്ട്സ്, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിത് നോക്കുന്നത് 9ാം ക്ലാസ്സിലെ SCERTയുടെ ഫിസിക്സ് ഭാഗത്തുള്ള മുഴുവൻ ചോദ്യങ്ങൾ കേട്ടോ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഘർഷണ ബലം ഏതാണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘർഷണ ബലം ഏതാണ്? വിസ്കസ് ബലമാണ് കേട്ടോ. ഓപ്ഷൻ സി, വിസ്കസ് ബലം. രണ്ടാമത്തെ ചോദ്യം, ഒരു കുഴലിനകത്തെ ദ്രാവകത്തിന്റെ ഭാരത്തെ താങ്ങി നിർത്തുന്ന ബലം ഏതാണ്? ഒരു കുഴലിനകത്തുള്ള ദ്രാവകത്തിന്റെ ഭാരത്തെ താങ്ങി നിർത്തുന്ന ബലം ഏതാ? അഡീഷൻ ആട്ടോ. ഓപ്ഷൻ ഡി, അഡീഷൻ ബലം. മൂന്നാമത്തെ ചോദ്യം, ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം ഏതാണ്? ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ മുങ്ങിയിരിക്കുന്ന സമയത്ത് ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം ഏതാ? പ്ലവക്ഷമ ബലമാണ്. പ്ലവക്ഷമ ബലം. ഓപ്ഷൻ എ, പ്ലവക്ഷമ ബലം. 4, വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ പറയുന്നത് എന്താണ്? വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാ? അഡീഷൻ ആണ് കേട്ടോ. അഡീഷൻ ബലം. ഓപ്ഷൻ ഡി, അഡീഷൻ ബലം. അഞ്ചാമത്തെ ചോദ്യം, ഒരു വസ്തു ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന തത്വം ഏതാണ്? ഒരു വസ്തു ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന സമയത്ത് അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന തത്വം ഏതാ? ആർക്കിമിഡീസ് തത്വമാണ് അല്ലെ. ഓപ്ഷൻ ഡി, ആർക്കിമിഡീസ് തത്വം. ആറാമത്തെ ചോദ്യം, ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതുവല്ല അറിയപ്പെടുന്നത്? കൊഹീഷൻ ആണ് അല്ലെ. കൊഹീഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏഴാമത്തെ ചോദ്യം, 212 BC-യിലെ രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ വധിക്കപ്പെട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആരാണ്? 212 BC-യിലെ രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ വധിക്കപ്പെട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആരാ? ആർക്കിമിഡീസ് ആണ് കേട്ടോ. ആർക്കിമിഡീസ്. അപ്പൊ ആർക്കിമിഡീസ് അന്തരിച്ച യുദ്ധം ഏതാന്ന് വെച്ചാൽ വധിക്കപ്പെട്ട യുദ്ധമാണ് പ്യൂണിക് യുദ്ധം കേട്ടോ. രണ്ടാം പ്യൂണിക് യുദ്ധം. എട്ടാമത്തെ ചോദ്യം, ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ഹൈഡ്രോമീറ്റർ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി, ഹൈഡ്രോമീറ്റർ. 9, പാലിലെ ജലത്തിന്റെ തോത് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പാലിലെ ജലത്തിന്റെ തോത് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ലാക്ടോമീറ്റർ ആണ് കേട്ടോ. ലാക്ടോമീറ്റർ. ഓപ്ഷൻ സി, ലാക്ടോമീറ്റർ. 10, ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കപ്പെടുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ പ്രയോഗിക്കുന്ന മർദ്ദം ആ ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും എന്തായിരിക്കും? ഒരുപോലെയാണ് അനുഭവപ്പെടുന്നത് എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാ? പാസ്കൽ നിയമമാണ് കേട്ടോ. പാസ്കൽ നിയമം. ഓപ്ഷൻ ഡി, പാസ്കൽ നിയമം. 11, ജലത്തിന്റെ സാന്ദ്രത എത്രയാണ്? ജലത്തിന്റെ സാന്ദ്രത എത്രയാ? 1000 കിലോഗ്രാം അല്ലെ മീറ്റർ ക്യൂബാണ്. 1000 കിലോഗ്രാം മീറ്റർ ക്യൂബ്. 12, ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ് എന്താണ്? ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ് എന്താ? ഓപ്ഷൻ സി ആണല്ലേ. യൂണിറ്റ് ഇല്ല എന്നുള്ളതാണ്. 13ാമത്തെ ചോദ്യം, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രഷർ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ നിയമം ഏതാണ്? ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ് എന്നിവയിൽ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ നിയമം ഏതാണ്? ഏത് നിയമ? പാസ്കൽ നിയമമാണ് അല്ലെ. ഓപ്ഷൻ എ, പാസ്കൽ നിയമം. 14, ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് എന്താണ്?
ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസം. ഏതാ? കേശികത്വമാണ്. ഓപ്ഷൻ എ കേശികത്വം. 15 ജല ഉപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ജല ഉപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലത്തിന്റെ ഉപരിതലത്തിൽ ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രതലബലമാണ് കേട്ടോ. ഓപ്ഷൻ എ പ്രതലബലം. 16 പാസ്കൽ നിയമത്തിന്റെ ഉപജ്ഞാതാവ്. പാസ്കൽ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ബ്ലെയ്സ് പാസ്കൽ ആണല്ലേ. ഓപ്ഷൻ സി ബ്ലെയ്സ് പാസ്കൽ. 17ാമത്തെ ചോദ്യം, പ്രതലബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ ഏത് ആകർഷണ ബലമാണ്? പ്രതലബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ ഏതുതരം ആകർഷണ ബലമാണ്? ഏതാ? കൊഹിഷൻ ബലമാണ് കേട്ടോ. കൊഹിഷൻ ബലം. ഓപ്ഷൻ സി കൊഹിഷൻ ബലം. 18 ചില പ്രാണികൾക്ക് ജല ഉപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതും ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങി നിൽക്കുന്നതിനും പ്രധാന കാരണം എന്താണ്? ചില പ്രാണികൾക്ക് ജല ഉപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതും ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങി നിൽക്കുന്നതിനും പ്രധാന കാരണം എന്താണ്? പ്രതലബലം തന്നെയാണ്. ഓപ്ഷൻ ബി പ്രതലബലം. 19 പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിലെ ചലനം ഏതു തരം ചലനമാണ്? പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിലെ ചലനം ഏതു തരം ചലനമാണ്? ഏതാ? സമവർത്തുള ചലനമാണ് കേട്ടോ. സമവർത്തുള ചലനം. 20ാമത്തെ ചോദ്യം, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ പറയുന്നത് എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത് അല്ലെ. ഓപ്ഷൻ സി മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. ഇനി 21ാമത്തെ ചോദ്യം, ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണ് ഡാഷ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണ് ഡാഷ്. ഗുരുത്വാകർഷണ ബലമാണ് അല്ലെ. ഓപ്ഷൻ ഡി ഗുരുത്വാകർഷണ ബലമാണ്. അപ്പൊ ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ ഭൂമി എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യാണ്? അതിന്റെ ഭൂകേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. 22 വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത്തരം ചലനം ഡാഷ് എന്ന് അറിയപ്പെടുന്നു. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത്തരം ചലനങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. സമവർത്തുള ചലനമാണ് അല്ലെ. ഓപ്ഷൻ ബി സമവർത്തുള ചലനം. 23ാമത്തെ ചോദ്യം, ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാകാൻ ആവശ്യമായ ബലം ഏതാണ്? ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാകാൻ ആവശ്യമായ ത്വരണം അഭികേന്ദ്ര ബലമാണ് അല്ലെ. അഭികേന്ദ്ര ബലം. ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാകാൻ ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം. 24ാമത്തെ ചോദ്യം, ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓപ്ഷൻ സി ന്യൂട്ടൺ ആണ്. 25 ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥക്കോ ചലനാവസ്ഥക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ പറയുന്നത് എന്താണ്? ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥക്കോ അല്ലെങ്കിൽ ചലനാവസ്ഥക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ഡാഷ്. ജഡത്വം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ജഡത്വമാണ്. ഒരു വസ്തുവിനെ സ്വയം അതിന്റെ നിശ്ചലാവസ്ഥക്കോ അല്ലെങ്കിൽ ചലനാവസ്ഥക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. 26 സമത്വരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിന്റെ വർഗത്തിന് നേർ അനുപാതത്തിലാണെന്ന് കണ്ടെത്തിയതാരാണ്? സമത്വരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിന്റെ വർഗത്തിന് നേർ അനുപാതത്തിലാണെന്ന് കണ്ടെത്തിയതാരാണ്? ഗലീലിയോ ഗലീലിയാണ്. ഓപ്ഷൻ സി ഗലീലിയോ ഗലീലി. 27 നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിന്റെ ചലനദിശക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നതിന് കാരണമാകുന്ന ബലം ഏതാണ്? നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ ചലനദിശക്ക് അല്ലെങ്കിൽ അതിന്റെ വേഗത്തിന് മാറ്റം വരികയാണെങ്കിൽ അതിന് കാരണമാകുന്ന ബലം ഏതാണ്? ബലം
അസന്തുലിത ബലമാണ് കേട്ടോ. അസന്തുലിത ബലമാണ്. ഓപ്ഷൻ ബി ആണ് അസന്തുലിത ബലം. 28 നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിപ്പിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിവില്ലാത്ത ബലം ഏതാണ്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിപ്പിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിവില്ലാത്ത ബലം ഏതാണ്? ഏതാ? സന്തുലിത ബലമാണ്. ഓപ്ഷൻ ബി സന്തുലിത ബലം. 29ാമത്തെ ചോദ്യം, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലം അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ഫലം 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏതാ? സന്തുലിത ബലം എന്ന് തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് സന്തുലിത ബലമാണ്. 30ാമത്തെ ചോദ്യം, ആകർഷണ സിദ്ധാന്തം ആവിഷ്കരിച്ച ഐസക് ന്യൂട്ടന്റെ വിശ്രുത ഗ്രന്ഥം ഏതാണ്? ആകർഷണ സിദ്ധാന്തം ആവിഷ്കരിച്ച ഐസക് ന്യൂട്ടന്റെ വിശ്രുത ഗ്രന്ഥം ഏതാണ്? ഏതാ? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. അപ്പം പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? നമ്മുടെ ഐസക് ന്യൂട്ടന്റെ പുസ്തകമാണ്. ഇത് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. 31 പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണ്? പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാ? ന്യൂക്ലിയർ ബലമാണ് അല്ലെ. ഓപ്ഷൻ ബി ന്യൂക്ലിയർ ബലമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലമാണ് ഏത്? ന്യൂക്ലിയർ ബലം. 32 ഭൂമിയുടെ ഏത് ഭാഗത്ത് വെക്കുമ്പോഴാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്? ഭൂമിയുടെ ഏത് ഭാഗത്ത് വെക്കുമ്പോഴാണ് ഒരു വസ്തുവിന് അതിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്? എവിടെ വെക്കുമ്പോഴാ? ധ്രുവങ്ങളിലാണ്. ഓപ്ഷൻ ഡി ആണ്. ധ്രുവങ്ങളിൽ വെക്കുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. 33 ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ബലത്തിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ് അല്ലെ. ഓപ്ഷൻ സി ന്യൂട്ടൺ ആണ്. 34 ഭൂമിയിൽ 72 കിലോ ഭാരമുള്ള ആളുടെ ചന്ദ്രനിലെ ഭാരം എത്രയായിരിക്കും? ഭൂമിയിൽ 72 കിലോ ഭാരമുള്ള ആളുടെ ചന്ദ്രനിലെ ഭാരം എത്രയായിരിക്കും? 12 കിലോ ആയിരിക്കും. ഓപ്ഷൻ സി 12 ആയിരിക്കും. 1/6 ആയിട്ടല്ലേ മാറുന്നല്ലേ. 35ാമത്തെ ചോദ്യം, ബലതന്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് കണക്കാക്കപ്പെടുന്ന പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞായിരുന്നു ഐസക് ന്യൂട്ടൺ അല്ലെ. ഓപ്ഷൻ സി ഐസക് ന്യൂട്ടന്റെ പുസ്തകമായിരുന്നു ഇത് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. ഇനി പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാ? ഗുരുത്വാകർഷണ ബലമാണ് അല്ലെ. ഗുരുത്വാകർഷണ ബലം. ഏറ്റവും ശക്തിയേറിയ ബലം ഏതായിരുന്നു? അത് ന്യൂക്ലിയർ ബലവും. ശക്തി കുറഞ്ഞത് ചോദിക്കാവുന്നത് ഗുരുത്വാകർഷണ ബലവുമാണ്. 37 ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കി വിൽക്രമ നിയമം വിശദീകരിച്ചത് ആരാണ്? ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട് ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കി വിൽക്രമ നിയമം വിശദീകരിച്ചത് ആരാണ്? വിൽക്രമ നിയമം വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ഐസക് ന്യൂട്ടൺ ആണ്. ഓപ്ഷൻ ഡി ഐസക് ന്യൂട്ടൺ. 38ാമത്തെ ചോദ്യം, കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തത് ആരാണ്? കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഐസക് ന്യൂട്ടൺ തന്നെയാണ്. ഓപ്ഷൻ സി ഐസക് ന്യൂട്ടൺ. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തത് ഐസക് ന്യൂട്ടൺ തന്നെയാണ്. 39 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ഐസക് ന്യൂട്ടൺ തന്നെയാണ്. ഐസക് ന്യൂട്ടൺ തന്നെയാണ്. 40 സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് എന്താണ്? സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് എന്താ? സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ്. സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ് സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? അഭികേന്ദ്ര ബലം ലഭിക്കുന്നത്. 41ാമത്തെ ചോദ്യം, ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ കാരണം ഭൂമിയിലേക്ക് പതിക്കും. ഇതറിയപ്പെടുന്നത് ഡാഷ് എന്നാണ്.
ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ട് താഴോട്ട് വീഴാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. ഇതറിയപ്പെടുന്നത് എന്താ? നിർബാധ പതനമാണ്. ഓപ്ഷൻ ഡി നിർബാധ പതനം എന്നാണ്. 42ാമത്തെ ചോദ്യം, സൗരയുധത്തിലെ ഉപഗ്രഹങ്ങൾക്ക് അഭികേന്ദ്രം നൽകുന്നത് എന്താണ്? സൗരയുധത്തിലെ ഉപഗ്രഹങ്ങൾക്ക് അഭികേന്ദ്രം നൽകുന്നത് എന്താ? ഗ്രഹങ്ങളിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ് കേട്ടോ. ഗ്രഹങ്ങളിൽ നിന്നുള്ള ഗുരുത്വാകർഷണം. സൗരയുധത്തിലെ ഉപഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് എന്താ? ഗ്രഹങ്ങളിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ്. 43 ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഐസക് ന്യൂട്ടൺ തന്നെയാണ്. ഐസക് ന്യൂട്ടൺ തന്നെയാണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാ? ഐസക് ന്യൂട്ടൺ തന്നെയാണ്. 44 ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആരാ? അതും ഐസക് ന്യൂട്ടൺ തന്നെയാണ് അല്ലെ. ഐസക് ന്യൂട്ടൺ തന്നെയാണ്. 45 ഊർജത്തിന്റെ യൂണിറ്റ് എന്താ? ഊർജത്തിന്റെ യൂണിറ്റ് എന്താ? ജൂൾ ആണ്. ഓപ്ഷൻ ഡി ജൂൾ ആണ്. ഊർജത്തിന്റെ യൂണിറ്റ് എന്താ? ജൂള്. 46ാമത്തെ ചോദ്യം, വൈദ്യുത ഫാന് പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജമാറ്റം ഏതാണ്? വൈദ്യുത ഫാന് പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജമാറ്റം എന്താ? വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ടല്ലേ മാറുന്നത്? വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ടാണ് മാറുന്നത്. ഏത്? വൈദ്യുത ഫാനില്. 47ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജമുള്ളത്? താഴെ തന്നിരിക്കുന്നതിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജമുള്ളത്? ഏതിലായിരിക്കും? വാതകങ്ങളിൽ അല്ലെ. വാതകങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഗതികോർജമുള്ളത്. 48 തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓപ്ഷൻ ഡി 0 ആണ്. 49 ഇലക്ട്രിക് ബൾബിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ഇലക്ട്രിക് ബൾബിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാ? വൈദ്യുതോർജം പ്രകാശോർജമാണ് അല്ലെ. വൈദ്യുതോർജം പ്രകാശോർജമായിട്ടാണ് മാറുന്നത്. ഏതില്? നമ്മുടെ ബൾബിൽ നടക്കുന്നത്. ഇനി 50ാമത്തെ ചോദ്യം, ഒരു ഫിലമെന്റ് ലാമ്പിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ഒരു ഫിലമെന്റ് ലാമ്പിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താ? വൈദ്യുതോർജം പ്രകാശോർജമായിട്ട് തന്നെയാട്ടോ മാറുന്നത്. വൈദ്യുതോർജം പ്രകാശോർജമായിട്ട് തന്നെയാണ് മാറുന്നത്. 51 ഒരു പദാർത്ഥത്തിന്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഊർജത്തിന്റെ അളവാണ്. ഒരു പദാർത്ഥത്തിന്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിന്റെ അളവാണ്? ഒരു പദാർത്ഥത്തിന്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിന്റെ അളവാണ്? ഏത് ഊർജത്തിന്റെയാ? ഗതികോർജത്തിന്റെയാണ് കേട്ടോ. ഗതികോർജം. ഓപ്ഷൻ ഡി ഗതികോർജം. 52 ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? എഡിസൺ ആണ്. ഓപ്ഷൻ ഡി എഡിസൺ ആണ്. 53ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ സമ്പർക്കരഹിത ബലം ഏതാണ്? താഴെ പറയുന്നതിൽ സമ്പർക്കരഹിത ബലം ഏതാണ്? ഏതൊക്കെയുള്ളത്? ഒരാൾ മേശ തള്ളുന്നു, ഒരാൾ കൈവണ്ടി വലിക്കുന്നു, 3 ക്രിക്കറ്റ് ബോളിൽ ബാറ്റ് വീശുന്നു, മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു. ഇതിലേതായിരിക്കും സമ്പർക്കരഹിത ബലം? ഏതന്നെയാ? മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു എന്നുള്ളത് അല്ലെ. ഓപ്ഷൻ എ ആണ്. മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു എന്നുള്ളതാണ്. 54ാമത്തെ ചോദ്യം, പ്രവൃത്തിയുടെ നിരക്ക് സമയം കൂടുന്നതനുസരിച്ച് ഡാഷ് ആകുന്നു. പ്രവൃത്തിയുടെ നിരക്ക് സമയം കൂടുന്നതനുസരിച്ച് എന്ത് മാറ്റം ഉണ്ടാകുന്നത്? എന്ത് മാറ്റമായിരിക്കും അല്ലെ? കുറയുകയാണ് ചെയ്യുക അല്ലെ. പ്രവൃത്തിയുടെ നിരക്ക് സമയം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുക? കുറയുകയാണ് ചെയ്യുന്നത്. 55 ജൂൾ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജൂൾ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ജൂൾ നിയമം ആവിഷ്കരിച്ചത് ആരാ? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. 56 ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? ഊർജത്തിന്റെ യൂണിറ്റ് എന്താ? ജൂൾ ആണ്. ഓപ്ഷൻ സി ജൂള്. 57 ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാ? ഗതികോർജമാണ് അല്ലെ. ഗതികോർജം. ഓപ്ഷൻ ബി ഗതികോർജം. 58 വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിന്റെ ഗതികോർജം എത്ര മടങ്ങ് വർദ്ധിക്കും? ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി കഴിഞ്ഞാൽ അതിന്റെ ഗതികോർജം എത്ര മടങ്ങാകുന്നു?
എത്ര മടങ്ങാവുന്നത്? 4 മടങ്ങാണ് കേട്ടോ. ഓപ്ഷൻ ഡി 4 മടങ്ങ്. 59ാമത്തെ ചോദ്യം, പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താ? പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താ? ജൂളാണ്. ഓപ്ഷൻ ബി ജൂളാണ്. 60 യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കിനെ എന്താണ് പറയുന്നത്? ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കിനെ എന്താ പറയുന്നത്? പവർ ആണ് അല്ലെ. ഓപ്ഷൻ ഡി പവർ. 61 ഒരു സർക്യൂട്ടിലെ വയറുമായോ ഉപകരണവുമായോ ബന്ധിപ്പിക്കാതെ സർക്യൂട്ടിലൂടെയുള്ള കറന്റ് അളക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? സർക്യൂട്ടിലൂടെ വയറുമായിട്ടോ അല്ലെങ്കിൽ ഉപകരണവുമായിട്ടോ ബന്ധിപ്പിക്കാതെ സർക്യൂട്ടിലൂടെയുള്ള കറന്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ക്ലാമ്പ് അമ്മീറ്റർ ആണ് കേട്ടോ. ക്ലാമ്പ് അമ്മീറ്റർ. ഓപ്ഷൻ എ ക്ലാമ്പ് അമ്മീറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ. 62ാമത്തെ ചോദ്യം, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താ? ഓം മീറ്റർ ആണല്ലോ. ഓപ്ഷൻ ബി ഓം മീറ്റർ. 63 ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായിട്ട് മാറ്റം വരുത്തി കറന്റിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായിട്ട് മാറ്റം വരുത്തി കറന്റിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? റിയോസ്റ്റാറ്റ് ആണ് കേട്ടോ. റിയോസ്റ്റാറ്റ്. ഓപ്ഷൻ എ റിയോസ്റ്റാറ്റ്. 64ാമത്തെ ചോദ്യം, പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ്? പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണല്ലേ. ഓം ആണ്. 65 ഒരു സെല്ലിന്റെ വൈദ്യുത ചാലക ബലം അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താണ്? ഒരു സെല്ലിന്റെ വൈദ്യുത ചാലക ബലം അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണല്ലേ. ഓപ്ഷൻ ബി വോൾട്ട് ആണ്. 66 പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനുള്ള ഉപകരണം വോൾട്ട് മീറ്റർ ആണ് കേട്ടോ. വോൾട്ട് മീറ്റർ. 67 വൈദ്യുത ഫാനിലെ ഊർജ പരിവർത്തനം നമ്മൾ പറഞ്ഞതാണ്. ടിവിയുടെ റിമോട്ടിൽ സെല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്ന രീതി ഏതാണ്? 68ാമത്തെ ചോദ്യമാണ്. ടിവിയുടെ റിമോട്ടിൽ സെല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്ന രീതി ഏതാണ്? ശ്രേണി രീതിയാണ് കേട്ടോ. ശ്രേണി രീതി. ഓപ്ഷൻ ബി ശ്രേണി രീതിയിലാണ് ടിവിയുടെ റിമോട്ടിൽ സെല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. 69 ഒരു സെല്ലിന്റെ പോസിറ്റീവിനെ രണ്ടാമത്തേതിന്റെ നെഗറ്റീവിലേക്ക് എന്ന ക്രമത്തിൽ സെല്ലുകളെ ഒന്നിനൊന്ന് തുടർച്ചയായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? ഒരു സെല്ലിന്റെ പോസിറ്റീവിനെ രണ്ടാമത്തേതിന്റെ നെഗറ്റീവിലേക്ക് എന്ന ക്രമത്തിൽ സെല്ലുകളെ ഒന്നിനൊന്ന് തുടർച്ചയായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയെ പറയുന്ന പേര് ശ്രേണി രീതിയാണ്. ഓപ്ഷൻ എ ശ്രേണി രീതി. 70ാമത്തെ ചോദ്യം, ഇലക്ട്രിക് കറന്റ് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഇലക്ട്രിക് കറന്റ് അളക്കുന്നതിനുള്ള ഉപകരണം അമ്മീറ്റർ ആണ്. ഓപ്ഷൻ എ അമ്മീറ്റർ. 71 താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറന്റ് അതിന്റെ 2 അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്ന നിയമം ഏതാണ്? താപനില സ്ഥിരമായിരുന്നു കഴിഞ്ഞാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറന്റിന്റെ അതിന്റെ 2 അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്ന നിയമം ഓം നിയമമാണ്. ഓപ്ഷൻ ഡി ഓം നിയമമാണ്. അപ്പോൾ ഓം നിയമം എന്ന് പറഞ്ഞാൽ താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറന്റ് അതിന്റെ 2 അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നതാണ് ഓം നിയമം എന്ന് പറയുന്നത്. 72ാമത്തെ ചോദ്യം, സർക്യൂട്ടിലെ ഓരോ പ്രതിരോധകത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ പ്രതിരോധകങ്ങളെ ഏത് രീതിയിൽ ബന്ധിപ്പിക്കണം? ഒരു സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഓരോ പ്രതിരോധകത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ ആ പ്രതിരോധകങ്ങളെ ഏത് രീതിയിലാണ് നമ്മൾ ഘടിപ്പിച്ചിരിക്കേണ്ടത്? സമാന്തര രീതിയിലാണ്. ഓപ്ഷൻ ബി സമാന്തര രീതിയിലാണ്. 73ാമത്തെ ചോദ്യം, ഒരു ചാലകത്തിന്റെ റെസിസ്റ്റിവിറ്റിയുടെ വ്യുൽക്രമമാണ് ഡാഷ്. ഒരു ചാലകത്തിന്റെ റെസിസ്റ്റിവിറ്റിയുടെ വ്യുൽക്രമമാണ് ഡാഷ്. കണ്ടക്ടിവിറ്റി ആണ് കേട്ടോ. കണ്ടക്ടിവിറ്റി. 74 ഒരു യൂണിറ്റ് ഛേദതല പരപ്പളവും യൂണിറ്റ് നീളമുള്ള ഒരു ചാലകത്തിന്റെ പ്രതിരോധമാണ് ഡാഷ്. ഒരു യൂണിറ്റ് ഛേദതല പരപ്പളവും യൂണിറ്റ് നീളമുള്ള ചാലകത്തിന്റെ പ്രതിരോധമാണ് ഡാഷ്.
എന്താ? റെസിസ്റ്റിവിറ്റി. ഓപ്ഷൻ സി റെസിസ്റ്റിവിറ്റി. 75 റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താ? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താ? ഓം മീറ്റർ ആണ്. ഓപ്ഷൻ എ ഓം മീറ്റർ. 76 ഒരു ചാലകത്തിന്റെ ഛേദതല പരപ്പളവ് കൂടിയാൽ പ്രതിരോധത്തിലുണ്ടാകുന്ന മാറ്റം എന്താ? ഒരു ചാലകത്തിന്റെ ഛേദതല പരപ്പളവ് കൂടിക്കഴിഞ്ഞാൽ പ്രതിരോധത്തിലുണ്ടാകുന്ന മാറ്റം എന്ത് മാറ്റാ? കുറയുകയാണല്ലേ ചെയ്യാം. പ്രതിരോധം കുറയുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ്, കുറയുന്നു. 77ാമത്തെ ചോദ്യം ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സർക്യൂട്ടിൽ ആകെ പ്രതിരോധത്തിലുണ്ടാകുന്ന മാറ്റം എന്താ? ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സർക്യൂട്ടിൽ ആകെ പ്രതിരോധം എന്താ ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി കൂടുകയാണ് ചെയ്യുക. ഒരു ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ സർക്യൂട്ടിൽ എന്താ ചെയ്യുക? പ്രതിരോധം കൂടുകയാണ് ചെയ്യുക. 78 വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണ്? വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താ? കുളോം ആണ്. ഓപ്ഷൻ ബി കുളോം. 79 പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. ഓപ്ഷൻ എ വോൾട്ട്. 80 കറന്റിന്റെ യൂണിറ്റ് എന്താണ്? കറന്റിന്റെ യൂണിറ്റ് എന്താ? ആംപിയർ ആണല്ലേ. ഓപ്ഷൻ എ ആംപിയർ. കറന്റ് യൂണിറ്റ് എന്താ? ആംപിയർ. 81 പൊട്ടൻഷ്യൽ വ്യത്യാസം, കറന്റ്, പ്രതിരോധം എന്നിവ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന നിയമം ഏതാണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം, കറന്റ്, പ്രതിരോധം എന്നിവ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന നിയമം എന്താ? ഓം നിയമമാണ്. ഓപ്ഷൻ എ ഓം നിയമം. 82 ഒരു ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ പ്രതിരോധം ഡാഷ് ആകുന്നു. ഒരു ചാലകത്തിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് അതിൽ പ്രതിരോധത്തിനുണ്ടാകുന്ന മാറ്റം എന്താ? പ്രതിരോധം കൂടുകയാണ് ചെയ്യുക. ഓപ്ഷൻ ഡി കൂടുന്നു. 83 ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായിട്ട് മാറ്റം വരുത്തി കറന്റിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണമാണ് ഡാഷ്. ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായി മാറ്റം വരുത്തി കറന്റിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണമാണ് ഡാഷ്. ഏതാ? നമ്മൾ പറഞ്ഞായിരുന്നു. ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിയേ. ഏതാ? ഓപ്ഷൻ റിയോസ്റ്റാറ്റ് ആണ് അല്ലെ. റിയോസ്റ്റാറ്റ്. ഓപ്ഷൻ ഡി റിയോസ്റ്റാറ്റ്. 84ാമത്തെ ചോദ്യം പൊട്ടൻഷ്യൽ വ്യത്യാസം, കറന്റ്, പ്രതിരോധം എന്നിവ തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം, കറന്റ്, പ്രതിരോധം എന്നിവ തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ജോർജ് സൈമൺ ഓം ആണ് കേട്ടോ. ജോർജ് സൈമൺ ഓം. 85 പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ്? പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താ? ഓം ആണല്ലോ. ഓപ്ഷൻ ഡി ഓം ആണ്. 86 V/I = R എന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? V/I = R എന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാ? ഓം നിയമമാണല്ലോ. ഓം നിയമം. 87 താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിൽ കൂടിയുള്ള കറന്റ് അതിന്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാരാണ്? താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിൽ കൂടിയുള്ള കറന്റ് അതിന്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാരാണ്? ഇത് തൊട്ടു മുമ്പ് നമ്മൾ ഇത് ഏത് നിയമമാണെന്ന് ചോദിച്ചായിരുന്നു. ഇത് അങ്ങനെയാണെങ്കിൽ ആ നിയമം പ്രസ്താവിച്ചതാരാണ് അല്ലെങ്കിൽ കണ്ടെത്തിയതാരാണ്? ആരായിരിക്കും? ഓം നിയമം എന്നല്ലേ അറിയപ്പെടുന്നത്. ഇത് താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിൽ കൂടിയുള്ള കറന്റ് അതിന്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്ന നിയമമാണേത്? ഓം നിയമം എന്ന് പറയുന്നത്. അത് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ജോർജ് സൈമൺ ഓം തന്നെയാണ്. ഓപ്ഷൻ ബി ആണ്. ജോർജ് സൈമൺ ഓം ആണ്. 88ാമത്തെ ചോദ്യം ഇലക്ട്രിക് കറന്റ് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഇലക്ട്രിക് കറന്റ് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാ? അമ്മീറ്റർ ആണ്. ഓപ്ഷൻ സി അമ്മീറ്റർ. ഇലക്ട്രിക് കറന്റ് അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഏത്? അമ്മീറ്റർ. 89 കറന്റിന്റെ യൂണിറ്റ് എന്താണ്? കറന്റിന്റെ യൂണിറ്റ് എന്താ? കറന്റിന്റെ യൂണിറ്റ് ആംപിയർ ആണ് അല്ലെ. ഓപ്ഷൻ സി ആംപിയർ ആണ്. കറന്റിന്റെ യൂണിറ്റ് എന്താ? ആംപിയർ ആണ്. 90ാമത്തെ ചോദ്യം കറന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കറന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ചാർജിന്റെ അളവ് ബൈ പ്രവഹിച്ച സമയം. ചാർജിന്റെ അളവ് ബൈ പ്രവഹിച്ച സമയമാണ്. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ കറന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ചാർജിന്റെ അളവ് എടുക്കുക, അതിനെ കൊണ്ട് എന്ത് ചെയ്യുക? പ്രവഹിച്ച സമയവും കൂടി ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? കറന്റ് കിട്ടും. 91 ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിൽ കൂടി ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവാണ് ഡാഷ്. ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിൽ കൂടി ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവാണ് ഡാഷ്.
ഏതാ? കറന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി കറന്റ്. 92 ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ ആകെ EMF എന്തായിരിക്കും? ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ ആകെ EMF എന്തായിരിക്കും? സെല്ലുകളുടെ EMFന്റെ തുകക്ക് തുല്യമായിരിക്കും. സെല്ലുകളുടെ EMFന്റെ തുകക്ക് തുല്യമായിരിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 93ാമത്തെ ചോദ്യം, സ്റ്റോറേജ് ബാറ്ററിയിലെ ഊർജ പരിവർത്തനം എന്താണ്? സ്റ്റോറേജ് ബാറ്ററിയിലെ ഊർജ പരിവർത്തനം. സ്റ്റോറേജ് ബാറ്ററിയിലെ ഊർജ പരിവർത്തനം എന്താ? വൈദ്യുതോർജം രാസോർജമായിട്ടാണ് മാറുന്നത് അല്ലെ? വൈദ്യുതോർജം രാസോർജമായിട്ടാണ് മാറുന്നത്. 94 സെല്ലുകളുടെ സമാന ധ്രുവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതി ഏതാണ്? സെല്ലുകളുടെ സമാന ധ്രുവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതി ഏതാ? സമാന്തര രീതിയാണ്. ഓപ്ഷൻ എ സമാന്തര രീതി. 95ാമത്തെ ചോദ്യം, ഇലക്ട്രിക് ബൾബിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? ഇലക്ട്രിക് ബൾബിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാ? വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായിട്ടും മാറുന്നുണ്ട്. ഇലക്ട്രിക് ബൾബില് വൈദ്യുതോർജം പ്രകാശോർജമായിട്ടും അതുപോലെ താപോർജമായിട്ടും മാറുന്നുണ്ട്. 96 ഇലക്ട്രിക് സ്റ്റൗവിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? ഇലക്ട്രിക് സ്റ്റൗവിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാ? വൈദ്യുതോർജം താപോർജമായിട്ട് മാറുന്നു. വൈദ്യുതോർജം താപോർജമായിട്ട് മാറുന്നു. 97 ഇലക്ട്രിക് മോട്ടറിലെ ഊർജമാറ്റം എന്താണ്? ഇലക്ട്രിക് മോട്ടറിലെ ഊർജമാറ്റം എന്താ? വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ടാണ് ഇത് ഇലക്ട്രിക് മോട്ടറിൽ നടക്കുന്നത്. 98 സമാന്തര രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ ആകെ EMF എന്തായിരിക്കും? സമാന്തര രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ ആകെ EMF എന്തായിരിക്കും? എന്താ? ഒരു സെല്ലിന്റെ EMFന് തുല്യമായിരിക്കും. ഒരു സെല്ലിന്റെ EMFന് തുല്യമായിരിക്കും. സമാന്തര രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ അതിന്റെ ആകെ EMF എന്ന് പറയുന്നത് ആ സെല്ലിന്റെ എന്തായിരിക്കും? EMFന് ഒരു സെല്ലിന്റെ EMFന് തുല്യമായിരിക്കും. 99ാമത്തെ ചോദ്യം, വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണ്? വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താ? കുളോമാണ്. കുളോമാണ്. കുറച്ച് റിപ്പീറ്റേഷൻ മനസ്സിലാവും. നമുക്ക് എന്താ പഠിച്ചങ്ങ് പോവാം അല്ലെ? 100ാമത്തെ ചോദ്യം, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്തായിരുന്നു? വോൾട്ട് ആണ് അല്ലെ? പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. 101 പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനുള്ള ഉപകരണം ഏതാണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനുള്ള ഉപകരണം ഏതാ? വോൾട്ട് മീറ്റർ അല്ലെ? വോൾട്ട് മീറ്റർ. ഓപ്ഷൻ സി വോൾട്ട് മീറ്റർ. 102 ഒരു ചാലകത്തിന്റെ അഗ്രഭാഗങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിനുള്ള കഴിവിനെ പറയുന്നത് എന്താണ്? ഒരു ചാലകത്തിന്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിനുള്ള കഴിവിനെ പറയുന്ന പേര് എന്താ? വൈദ്യുത ചാലക ബലമാണ്. വൈദ്യുത ചാലക ബലം എന്നാണ്. 103 ഒരു സെല്ലിന്റെ EMF അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഒരു സെല്ലിന്റെ EMF അളക്കുന്ന യൂണിറ്റ് ഏതാ? വോൾട്ട് ആണ് കേട്ടോ. ഓപ്ഷൻ ബി വോൾട്ട്. 104 ജനറേറ്ററിൽ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ജനറേറ്ററിൽ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം ഏതാ? യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ടാണ് ജനറേറ്ററിൽ നടക്കുന്നത്. 105 ഒരു സെല്ലിൽ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഒരു സെല്ലിൽ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം. ഒരു സെല്ലിൽ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താ? രാസോർജം വൈദ്യുതോർജമായിട്ട് മാറും. രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. 106 ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ സംഭവിക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ സംഭവിക്കുന്ന ഊർജ്ജമാറ്റം എന്താ? യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ എന്താ? യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 107 സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് ഡാഷ്. സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് ഇത്. ഓപ്ഷൻ എ ഡാർട്ട് എന്ന് പറയുന്നത് അല്ലെ? സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് ഇത് ഡാർട്ട്. 108 സുനാമി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സുനാമി എന്ന വാക്കിന്റെ അർത്ഥം സുനാമി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വിനാശകാരിയായ വലിയ തിരമാല എന്നാട്ടോ. ഓപ്ഷൻ ബി വിനാശകാരിയായ വലിയ തിരമാല, അതുപോലെ തുറമുഖ തിരമാല എന്നും പറയാറുണ്ട് കേട്ടോ. 109 കേരളത്തിൽ സുനാമി ഉണ്ടായ വർഷം ഏതാണ്? കേരളത്തിൽ സുനാമി ഉണ്ടായ വർഷം
ഏത് വർഷം? 2004 ഡിസംബർ 26-നാണ്. 110 സുനാമി എന്നത് ഏത് ഭാഷയിലെ വാക്കാണ്? സുനാമി എന്നത് ഏത് ഭാഷയിലെ വാക്കാണ്? ഏതാ? ജപ്പാനാണ്. ഓപ്ഷൻ ഡി ജപ്പാന്. 111 പ്രാഥമിക തരംഗങ്ങൾ, ദ്വിതീയ തരംഗങ്ങൾ, ഉപരിതല തരംഗങ്ങൾ എന്നിവയിൽ വേഗത കൂടിയ തരംഗം ഏതാ? പ്രാഥമിക തരംഗം, ദ്വിതീയ തരംഗം, ഉപരിതല തരംഗം. ഇതിൽ ഏറ്റവും വേഗത കൂടിയ തരംഗം ഏതാ? ഏതാ? പ്രാഥമിക തരംഗങ്ങളാണ്. ഓപ്ഷൻ സി പ്രാഥമിക തരംഗങ്ങൾ. 112 ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? റിക്ടർ സ്കെയിലാണ്. ഓപ്ഷൻ ബി റിക്ടർ സ്കെയില്. 113 സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള പഠനം ഏതാ? സീസ്മോളജി. ഓപ്ഷൻ സി സീസ്മോളജി. 114 ഭൂകമ്പം, വൻ സ്ഫോടനങ്ങൾ, പർവ്വത സ്ഫോടനം എന്നിവയുടെ ഫലമായിട്ട് ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗം ഏതാണ്? ഭൂകമ്പം, വൻ സ്ഫോടനങ്ങൾ, പർവ്വത സ്ഫോടനം എന്നിവയുടെ ഫലമായിട്ട് ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് ഡാഷ്. ഏതാ? സീസ്മിക് തരംഗങ്ങളാണ്. ഓപ്ഷൻ ബി സീസ്മിക് തരംഗങ്ങൾ. 115 വവ്വാൽ ഇലപിടിക്കാൻ ഏത് തരം ശബ്ദ തരംഗങ്ങളാണ് പ്രയോജനപ്പെടുത്തുന്നത്? വവ്വാല് ഇരപിടിക്കാൻ ഏത് തരം ശബ്ദ തരംഗങ്ങളാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഏതാ? അൾട്രാസോണിക് തരംഗങ്ങളാണ്. ഓപ്ഷൻ സി അൾട്രാസോണിക് തരംഗങ്ങൾ. 116 സോണാർ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? സോണാർ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താ? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ് കേട്ടോ. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. 117 അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയുള്ള വസ്തുക്കളിലേക്കുള്ള അകലം, അവയുടെ ദിശ, വേഗം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം, അവയുടെ ദിശ, വേഗം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏതാ? സോണാർ ആണ്. ഓപ്ഷൻ സി സോണാർ. 118 വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന തരംഗം ഏതാണ്? വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരംഗം ഏതാ? അൾട്രാസോണിക് തരംഗങ്ങളാണ് കേട്ടോ. അൾട്രാസോണിക് തരംഗങ്ങൾ. 119 മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന തരംഗ പരിധിക്ക് പുറത്ത് ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന തരംഗ പരിധിക്ക് പുറത്ത് ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അൾട്രാസോണിക് തരംഗങ്ങളാണ് കേട്ടോ. അൾട്രാസോണിക് തരംഗങ്ങൾ. 120 സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകൾ, നിയതമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നതിന് ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകൾ, നിയതമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നതിന് ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? ഏതാ? അൾട്രാസോണിക് തരംഗങ്ങൾ തന്നെയാണ്. 121 ശബ്ദത്തിന്റെ പ്രതിപതന സവിശേഷതയെ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ഇന്ത്യയിലെ സൃഷ്ടി ഏതാണ്? ശബ്ദത്തിന്റെ പ്രതിപതന സവിശേഷതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ സൃഷ്ടി ഏതാ? ഗോൽ ഗുംബസ് ആണ് കേട്ടോ. ഗോൽ ഗുംബസ്. 122 ചോദ്യം മർമ്മഗോപുരം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? മർമ്മഗോപുരം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാ? ലണ്ടൻ ആണ്. ഓപ്ഷൻ ടി ലണ്ടൻ ആണ്. 123 പ്രതിധ്വനി കേൾക്കണമെങ്കിൽ പ്രതിപദ തലം ചുരുങ്ങിയത് എത്ര അകലത്തിലായിരിക്കണം? പ്രതിധ്വനി കേൾക്കണമെങ്കിൽ പ്രതിപദ തലം ചുരുങ്ങിയത് എത്ര അകലത്തിലായിരിക്കണം? എത്രയാ? 17 മീറ്റർ ആണ് കേട്ടോ. 17 മീറ്റർ. 124 ഒരു ശബ്ദം ചെവിയിലുണ്ടാക്കുന്ന ശ്രവണാനുഭവം എത്ര സമയത്തേക്ക് ചെവിയിൽ തങ്ങി നിൽക്കും? ഒരു ശബ്ദം ചെവിയിലുണ്ടാക്കുന്ന ശ്രവണാനുഭവം എത്ര സമയത്തേക്ക് ചെവിയിൽ തങ്ങി നിൽക്കും? എത്രയാ? 1/10 സെക്കൻഡ് അല്ല, 1/10 സെക്കൻഡ്. 125 ശബ്ദം ജലത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗം എത്രയാണ്? ശബ്ദം ജലത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗം
എത്രയാ? 1482 ആണ്. 1482 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 126 ശബ്ദം വായുവിലൂടെ സഞ്ചരിക്കുന്ന വേഗം എത്രയാണ്? ശബ്ദം വായുവിലൂടെ സഞ്ചരിക്കുന്ന വേഗം എത്രയാ? 340 മീറ്റർ പെർ സെക്കൻഡ്. 340 മീറ്റർ പെർ സെക്കൻഡ്. 127 ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? എന്താ? ഹെഡ്സ് ആണ്. ഓപ്ഷൻ എ ഹെഡ്സ് ആണ്. 128 ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ഡാഷ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ഡാഷ്. എന്താ? ആവൃത്തി അല്ലെ? ഓപ്ഷൻ എ ആവൃത്തി. 129 പീരിയഡിന്റെ യൂണിറ്റ് എന്താണ്? പീരിയഡിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ് ആണ്. ഓപ്ഷൻ ബി സെക്കൻഡ്. 130 തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് എന്താ? തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ്. തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. ഓപ്ഷൻ സി മീറ്റർ ആണ്. 131 ഒരു മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായിട്ട് കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് ഡാഷ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായിട്ട് കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് ഡാഷ്. ഏതാ? അനുദൈർഘ്യ തരംഗങ്ങൾ. ഓപ്ഷൻ ഡി അനുദൈർഘ്യ തരംഗങ്ങൾ. 132 മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് ഡാഷ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് ഡാഷ്. ഏതാ? അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ഓപ്ഷൻ ഡി അനുപ്രസ്ഥ തരംഗങ്ങൾ. 133 കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് ഡാഷ്. കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് എന്താ? തരംഗ ചലനം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി തരംഗ ചലനം. 134 ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഡാഷ്. ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള ഏതാ? റിക്ടർ സ്കെയിൽ ആണല്ലേ? റിക്ടർ സ്കെയിൽ. ഓപ്ഷൻ ഡി റിക്ടർ സ്കെയിൽ. 135 ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്താ? ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്താ? ഫോക്കസ് ആണ്. ഓപ്ഷൻ ഡി ഫോക്കസ്. 136 പ്രതിധ്വനി ഉണ്ടാകുന്നതിനാവശ്യമായ ചുരുങ്ങിയ ദൂരം എത്രയാണ്? പ്രതിധ്വനി ഉണ്ടാകുന്നതിനാവശ്യമായ ചുരുങ്ങിയ ദൂരം എന്താ? 17 മീറ്റർ ആണ്. ഓപ്ഷൻ ഡി 17 മീറ്റർ. 137 ആദ്യം ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് ഡാഷ്. ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് ഡാഷ്. എന്താ? പ്രതിധ്വനിയാണ്. ഓപ്ഷൻ ബി പ്രതിധ്വനി. 138 ആവർത്തന പ്രതിപദനത്തിന്റെ ഫലമായിട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് ഡാഷ്. ആവർത്തന പ്രതിപദനത്തിന്റെ ഫലമായിട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് ഡാഷ്. എന്താ? അനുരണനമാണ്. ഓപ്ഷൻ എ അനുരണനം. 139 ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപദനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഉപകരണമാണ് ഡാഷ്. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപദനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഉപകരണം ഏതാണ്? ഏതാ? സ്റ്റെതസ്കോപ്പ് ആണ് കേട്ടോ. സ്റ്റെതസ്കോപ്പ്. ഓപ്ഷൻ എ സ്റ്റെതസ്കോപ്പ്. 140 ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായിട്ട് പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിന്റെ ഡാഷ് എന്ന് പറയുന്നു. ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടിയിട്ട് തുടർച്ചയായിട്ട് പ്രതിപദിക്കുന്നതിനെ പറയുന്നത് ശബ്ദത്തിന്റെ എന്തെന്നാണ് പറയുന്നത്? ആവർത്തന പ്രതിപദനമാണ്. ഓപ്ഷൻ സി ആണ് ആവർത്തന പ്രതിപദനം. 141 മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എത്രയാണ്? മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എത്രയാണ്? 1/10 സെക്കൻഡ് ആണ് കേട്ടോ. 1/10 സെക്കൻഡ്. 142 ചോദ്യം ഇടിനാദമുണ്ടാകുമ്പോൾ വീടുകളിലെ ജനാലകൾ കമ്പനം ചെയ്യാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? ഇടിനാദം നടക്കുമ്പോൾ വീടുകളിലെ ജനൽ കമ്പികള് കമ്പനം ചെയ്യാൻ കാരണമായ പ്രതിഭാസം എന്താ? അനുനാദമാണ് കേട്ടോ. അനുനാദമാണ്. 143 കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുമ്പോൾ ആ രണ്ട് വസ്തുക്കളും ഡാഷ് ആണ്.
കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുമ്പോൾ ആ രണ്ട് വസ്തുക്കളും ഡാഷ് ആണ്. എന്താ? അനുനാദത്തിലാണ്. ഓപ്ഷൻ ബി, അനുനാദത്തിലാണ്. 144 കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു പ്രേരണം ചെയ്യിക്കുന്ന വസ്തുവിന്റെ അതേ ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നതാണ് ഡാഷ്. കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ പ്രേരണം മൂലം മറ്റൊരു വസ്തു പ്രേരണം ചെയ്യിക്കുന്ന വസ്തുവിന്റെ അതേ ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നതിനെ പറയുന്നത് എന്താ? അതാണ് പ്രണോദിത കമ്പനം ട്ടോ. പ്രണോദിത കമ്പനം. 145 ചോദ്യം, ആർദ്രത കൂടുമ്പോൾ ശബ്ദത്തിന്റെ വേഗതയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താ? ആർദ്രത കൂടുമ്പോൾ ശബ്ദത്തിന്റെ വേഗത കൂടുതലായിരിക്കും. ഓപ്ഷൻ ഡി, കൂടുതലായിരിക്കും. ആർദ്രത കൂടുമ്പോൾ ശബ്ദത്തിന്റെ വേഗത കൂടുതലായിരിക്കും. 146 ചോദ്യം, വായുവിലുള്ള ശബ്ദത്തിന്റെ വേഗത എത്രയാ? വായുവിലുള്ള ശബ്ദത്തിന്റെ വേഗത എത്രയാ? 340 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. 147 മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താ? ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കിയിട്ട് മാറ്റുകയാണ് മൈക്രോഫോണിൽ ചെയ്യുന്നത്. ഇനി 148 ചോദ്യം, അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഡാഷ്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാ? സോണാർ ആണ് കേട്ടോ. സോണാർ. ഓപ്ഷൻ ബി, സോണാർ. 149 അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ജീവിയാണ്. ജീവി ഏതാ? അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ജീവി ഏതാ? വവ്വാൽ അല്ലെ? വവ്വാലാണ്. ഓപ്ഷൻ സി, വവ്വാല്. 150 ചോദ്യം, മനുഷ്യന് കേൾക്കാൻ കഴിയാത്ത ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ ഏതാ? മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത, കേൾക്കാൻ കഴിയാത്ത ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ ഏതാ? ഗാൾട്ടൺ വിസിൽ അല്ലെ? ഓപ്ഷൻ ബി, ഗാൾട്ടൺ വിസിൽ. 151 ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ തരംഗം ഏതാണ്? ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ തരംഗം ഏതാ? ഇൻഫ്രാസോണിക് ആണ് കേട്ടോ. ഇൻഫ്രാസോണിക്. 152 ചോദ്യം, 20,000 ഹെർട്സിന് കൂടുതലുള്ള ശബ്ദത്തെ സൂചിപ്പിക്കുന്നത് എന്താണ്? 20,000 ഹെർട്സിൽ കൂടുതലുള്ള ശബ്ദത്തെ സൂചിപ്പിക്കുന്നത് എന്താ? അൾട്രാസോണിക് ശബ്ദമാണ് കേട്ടോ. അൾട്രാസോണിക് ശബ്ദം. 153 20 ഹെർട്സിൽ കുറവുള്ള ശബ്ദത്തെ സൂചിപ്പിക്കുന്നത് എന്താ? 20 ഹെർട്സിൽ കുറവുള്ള ശബ്ദത്തെ സൂചിപ്പിക്കുന്നത് എന്താ? ഇൻഫ്രാസോണിക് ആണ് കേട്ടോ. ഇൻഫ്രാസോണിക് ശബ്ദം. 154 ശബ്ദത്തിന്റെ വേഗത ജലത്തിൽ എത്രയാണ്? ശബ്ദത്തിന്റെ വേഗത ജലത്തിൽ എത്രയാ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1482 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 155 മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാ? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ അല്ലെങ്കിൽ 20,000 ഹെർട്സ് വരെയാണ്. 156 ടെലിഫോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ടെലിഫോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആരായിരുന്നു? അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ്. 157 മനുഷ്യൻ സംസാരിക്കുന്നതിന്റെ ശബ്ദ തീവ്രത എത്രയാണ്? മനുഷ്യൻ സംസാരിക്കുന്നതിന്റെ ശബ്ദ തീവ്രത എത്രയാ? 40 മുതൽ 60 ഡെസിബൽ വരെയാണ്. 158 ചെവിക്ക് ഹാനികരമായ ശബ്ദ തീവ്രത എത്രയാണ്? ചെവിക്ക് ഹാനികരമായ ശബ്ദ തീവ്രത എത്രയാ? 120 ഡെസിബലിന് മുകളിലാണ്. ഓപ്ഷൻ ബി, 120 ഡെസിബലിന് മുകളിലാണ്. 159 ശബ്ദത്തിന്റെ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ശബ്ദത്തിന്റെ തീവ്രതയുടെ യൂണിറ്റ് എന്താ? ഡെസിബൽ ആണ്. ഓപ്ഷൻ എ, ഡെസിബല്. 160 ചോദ്യം, വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത എപ്രകാരമായിരിക്കും? അതായത് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാട്ടോ എഴുതേണ്ടത്. ഖരം, ദ്രാവകം, വാതകമുണ്ട്. ഇതിൽ ശബ്ദത്തിന്റെ വേഗത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എഴുതുക. ഏത് ആദ്യം വരിക? ഏറ്റവും കൂടുതൽ ഏതിലായിരിക്കും? ഖരത്തിലാണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഖരമാണ്, ദ്രാവകം, പിന്നെ വാതകമാണ്. ഓപ്ഷൻ ഡി ആണ്. 161 മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് ഡാഷ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് ഡാഷ്. ഏതാ? അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ഓപ്ഷൻ എ, അനുപ്രസ്ഥ തരംഗങ്ങൾ. 162
തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ഡാഷ്. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ഡാഷ്. ഏതാ? ആയതിയാണ്. ഓപ്ഷൻ സി ആയതി. 163 ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ഡാഷ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ഡാഷ്. എന്താ? ആവൃത്തിയാണ്. ഓപ്ഷൻ സി ആവൃത്തി. 164 ചോദ്യം, ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നത് ഏതിനം തരംഗങ്ങളിലാണ്? ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നത് ഏതിനം തരംഗങ്ങളിലാണ്? ഏതില? അനുദൈർഘ്യ തരംഗങ്ങളിലാണ്. ഓപ്ഷൻ ബി അനുദൈർഘ്യ തരംഗങ്ങൾ. 165 തരംഗത്തിന്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? തരംഗത്തിന്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം എന്താ? കുറയുകയാണ് ചെയ്യുക കേട്ടോ. ഓപ്ഷൻ ബി കുറയുകയാണ് ചെയ്യുന്നത്. 166 ചോദ്യം, മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗമാണ് ഡാഷ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശക്ക് സമാന്തരമായിട്ട് കമ്പനം ചെയ്യുന്ന തരംഗം ഏതാ? അനുദൈർഘ്യ തരംഗമാണ് കേട്ടോ. അനുദൈർഘ്യ തരംഗം. 167 ആവൃത്തിയുടെ യൂണിറ്റ് എന്താ? ആവൃത്തിയുടെ യൂണിറ്റ് എന്താ? ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണല്ലോ. ഓപ്ഷൻ സി ഹെഡ്സ്. 168 ഭൂകമ്പവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സീസ്മിക് തരംഗങ്ങൾ ഏത് തരംഗത്തിന് ഉദാഹരണമാണ്? ഭൂകമ്പവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സീസ്മിക് തരംഗങ്ങൾ ഏതിനം തരംഗത്തിന് ഉദാഹരണം? ഏതിനാ? അനുദൈർഘ്യ തരംഗമാണ് കേട്ടോ. അനുദൈർഘ്യ തരംഗം. ഓപ്ഷൻ എ അനുദൈർഘ്യ തരംഗം.